മാത്യു കുഴൽനാടൻ പറയുന്ന പോലെ സെലിബ്രിറ്റി ലീഡേഴ്സ് ഉണ്ടോ കോൺഗ്രസിൽ? ഉണ്ട്. ഉൾനാടൻ ഉൾപ്പെടെ ഉണ്ട്. തലവേദനയാവോ പാർട്ടിക്ക്? ഇല്ല, മുതൽക്കൂട്ടാവും. ശരി. ഈ ഷാഫിയെ പോലെയുള്ള നേതാക്കളെയൊക്കെ പല നിലയ്ക്ക് ഇപ്പോൾ പാലക്കാട് നിന്ന് അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതയും സ്വീകാര്യതയും കണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തുന്നു. അത്തരം പരീക്ഷണങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുമോ? അതിൻ്റെ സ്ട്രാറ്റജി ആലോചിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനാണല്ലോ, ഇതിലെ സ്ട്രാറ്റജി ഒന്ന് കഴിയട്ടെ. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിൻ്റേതായ സ്ട്രാറ്റജി രൂപീകരിച്ചുകൊണ്ട് നല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. കോൺഗ്രസിലെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ചിട്ട് കുറെ പേരുണ്ടെന്നാണ് കോൺഗ്രസിനാണ് മുഖ്യമന്ത്രി എന്ന് സമ്മതിച്ചതിന് അവരുടെ ആ സത്യസന്ധതയ്ക്ക് പ്രത്യേകമായിട്ടുള്ള അംഗീകാരം കൊടുക്കണം. CPM ഒരുങ്ങുന്നത് എന്താ പറയുക, ഒരു പക്ഷേ ഇനിയും പെൻഷൻ്റെ തുക കൂട്ടിയേക്കാം. അപ്പോൾ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ വോട്ടർമാരെ രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ കഴിഞ്ഞതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണ കിറ്റ് രാഷ്ട്രീയം ഫലിച്ചു എന്ന ഒരു അനുഭവത്തിന് പുറത്ത് കൂടുതൽ വാഗ്ദാനങ്ങളും സാമ്പത്തികമായ നേട്ടങ്ങളും വോട്ടർമാർക്ക് മുന്നിൽ വെച്ചുകൊണ്ട് വീണ്ടും ഒരു ഇലക്ഷനെ നേരിടാൻ പോകുന്നു എന്ന സൂചനകൾ വരുന്നു. അതിനെ കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. അവർ ഭരണത്തിൻ്റെ സൗകര്യങ്ങൾ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ 5 കൊല്ലം മുമ്പ് ഇലക്ഷന് പറഞ്ഞതാണ്. ക്ഷേമ പെൻഷൻ, റബ്ബർ കർഷകരുടെ സബ്സിഡി, ഇതൊക്കെ 5 കൊല്ലം മുമ്പ് പറഞ്ഞു. അതെവിടെ എത്തിച്ചിട്ടുള്ളത് ഇതുവരെ? ഈ പറഞ്ഞ 4 അസംബ്ലി തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് ഇലക്ഷനിലും പാർലമെൻറ്റിൻ്റെ ബൈ ഇലക്ഷനിലും ഉണ്ടായ തിരിച്ചടിക്ക് എങ്ങനെ പരിഹാരം എന്നാലോചിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ഗിമിക്സുകൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ വോട്ടർമാർക്ക് ഈ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള നല്ല വിവരവും വിവേചന ശക്തിയുമുണ്ട്. നന്നായിട്ട് തന്നെ കേരളത്തിൻ്റെ ഭാവിയെയും സുരക്ഷിതത്വത്തെയും ലക്ഷ്യമാക്കി തന്നെയാണ് വോട്ട് ചെയ്യുക, പ്രതികരിക്കുക. അക്കാര്യത്തിൽ സംശയമില്ല. ആയിരിക്കാം. പക്ഷെ കഴിഞ്ഞ തവണ തുടർഭരണത്തിന് കാരണമായത് ഇതുപോലെയുള്ള ജനക്ഷേമ പദ്ധതികളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇത്തവണ അതിനെ നേരിടാൻ നമുക്കൊരു പ്ലാൻ ബി വേണ്ടേ? ഞാൻ കോവിഡിന്റെ ഒരുപാട് പ്രതിസന്ധിയിലായിരുന്നു. ഗവൺമെന്റുമായിട്ട് സഹകരിച്ച പ്രതിപക്ഷമാണ്. മറിച്ചൊരു ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമോ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയോ സർക്കാരിനോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിസ്സഹരിച്ചു ആർക്കും അന്ന് പരാതി ഉണ്ടായിരുന്നില്ല. ഗവൺമെൻറ് സംവിധാനങ്ങളെ ഇപ്പം കിറ്റ് വിതരണമാണെങ്കിലും മറ്റുള്ള ഏത് കാര്യത്തിലും സർക്കാർ സംവിധാനങ്ങളെ പാർട്ടിവൽക്കരിച്ചു. അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടി. ഞാൻ ആലപ്പുഴ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ 10 നേതാക്കന്മാർ കോവിഡ് കാലത്ത് ഇലക്ഷനിൽ ഇറങ്ങി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. 10 പേർക്കും കോവിഡ് പിടിച്ചു. ഒരു പ്രമുഖ നേതാവ് എന്നോടൊപ്പം DC സെക്രട്ടറി ആയിരുന്ന ആൾ അതേ തുടർന്ന് മരിച്ചു. അപ്പോൾ എന്നോട് പറയായിരുന്നു, ആലപ്പുഴയിലെ മുൻ MLA KPCC വൈസ് പ്രസിഡന്റ് ഷുക്കൂർ പറയായിരുന്നു, 10 നേതാക്കന്മാരും കിടപ്പിലായപ്പോൾ ഇലക്ഷനായിരുന്നു.